നമ്മുടെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, നമ്മുടെ വഴികളുമല്ല ദൈവത്തിൻ്റെ വഴി. തുടർന്ന് അല്പം മിനിറ്റുകളോട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിന് ആധാരമായിട്ട് വായിച്ചത് 2-ാം സങ്കീർത്തനം 12-ാം വാക്യമാണ്. വളരെ പരിചിതമായ വേദശകലമാണ്. കർത്താവിന് മഹത്വം. നമ്മുടെ ഷിബു പാസ്റ്ററുടെ പിതാവ് വീടിനകത്ത് കിടക്കയിലാണ്. നമുക്കറിയാം, പലർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ച് നടക്കുവാൻ പാടില്ലാതെ ഭവനത്തിലായിരിക്കുന്നെങ്കിലും ആ കിടപ്പിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ജാഗരിപ്പാനുമെല്ലാം തൻ്റെ ദാസന് ദൈവം കൃപ കൊടുക്കുന്നു. കർത്താവിൻ്റെ വേല ദീർഘവർഷങ്ങൾ ചെയ്ത ആദരണീയ കർത്തദാസനാണ് പാസ്റ്റർ PT ദാനിയേൽ അവർകൾ. ഇപ്പോൾ ക്ഷീണിതനാണെങ്കിലും കർത്താവ് തന്നെ സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് മഹത്വം. ഇരുവരും ദൈവസഭയുടെ പല സഭകളിൽ ശുശ്രൂഷകൾ മഹനീയമായ നിലയിൽ ചെയ്തു. അതോർത്ത് ദൈവത്തിന് മഹത്വം. ദൈവം അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന് 2 മക്കളെ ആ ദൈവം കൊടുത്തത്, മോളും മോനും. അവർ രണ്ടുപേരും കർത്താവിൻ്റെ മഹത്വമുള്ള വേല. അതും വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. കർത്താവ് കുടുംബത്തെ ഇത്രത്തോളം അനുഗ്രഹിച്ച് നിർത്തിയതോർത്ത് ദൈവത്തിന് മഹത്വം. ദൈവം അവരെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ വാത്സല്യ ഭവനത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതിൻ്റെ ഒരു കാരണം, ഇത്രയും ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേല അവർ ചെയ്തു. എന്നാൽ സ്വന്തമായിട്ട് പാർക്കാൻ ഒരു ഭവനം ഇതുവരെയും ക്രമീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അവർക്ക് നിരാശയില്ല, പെറുപെറുപ്പുമില്ല. ഇവിടെ 2 കൊല്ലം ആര് കിടന്ന് നെഞ്ചത്തടിച്ച് കിടന്ന് അലക്കുക മാത്രമാണോ സകല ആൾക്കാരോടും പള്ളും ചള്ളും പറയുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളവർ ഇവരെ കണ്ട് പഠിക്കുന്നത് നല്ലതാണെന്ന എൻ്റെ അഭിപ്രായം. പഠിക്കുകയല്ല, അത് വേറൊരു വിഷയം. പിന്നെ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കർത്താവിന് മഹത്വം. നമ്മളെല്ലാം പ്രസംഗിക്കുക, നീട്ടി പാടുകയൊക്കെ ചെയ്യും. എൻ്റെ ദേശം ഇവിടെയല്ല, എന്നിട്ടാണ് കിടന്ന് അലയ്ക്കുന്നേ. അവിടെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. വായിച്ച വാക്യത്തിൽ നിന്ന് ചില കാര്യം പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് യോഗം പിരിച്ചുവിടാം. ആ വാക്യം ഒന്ന് വായിച്ചു. 2-ാം സങ്കീർത്തനം 12-ാം വാക്യം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചിന്തിപ്പിക്കും. നിങ്ങൾ രണ്ടുപേരുടെ മനഃപൂർവ്വം വാക്യം വായിച്ചാൽ അത് ഉഴപ്പുകയാണോ അതോ എന്നെ ഒതുക്കുകയാണോ? ഒന്നുകൂടെ വായിച്ചേ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചിന്തിപ്പിക്കും. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുക. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. നാടില്ല നമുക്ക് ഉലകിൽ, വീടില്ല നമുക്ക് മരുവിൽ. നാടില്ല നമുക്ക് ഉലകിൽ, വീടില്ല നമുക്ക് മരുവിൽ. സ്വർലോകത്തിൻ തങ്കത്തരുവിൽ നാം കാണും വീടൊന്നു വിരവിൽ. സ്വർലോകത്തിൻ തങ്കത്തരുവിൽ നാം കാണും വീടൊന്നു വിരവിൽ. മുഴങ്ങൻ കാകലതൊനിയിൽ ഉയർക്കുമേ പത്തരകിലം. മുഴങ്ങൻ കാകലതൊനിയിൽ ഉയർക്കുമേ പത്തരകിലം. നാമും ഒരു നോട്ടിയിടയിൽ ചേരും പ്രാണപ്രിയനരികിൽ. നാമും ഒരു നോട്ടിയിടയിൽ ചേരും പ്രാണപ്രിയനരികിൽ. അൻപാർന്നോരൽ പരനുലകിൽ തീർക്കുമാൻ വരുമേ. അമ്മേ അൻപാർന്നോരൻ വരുമേ. ഓയൻ പാടുകൾ അകന്നിടുമേ. അമ്മേ ഞാൻ പാടി കീർത്തനം. ഓയൻ പാടുകൾ അകന്നിടുമേ. അമ്മേ ഞാൻ പാടി കീർത്തനം ചെയ്യുമേ.
കണ്ണുനീർ തുടയ്ക്കും, സന്താപങ്ങൾ പരിഹരിക്കും. തൻ കൈകൾ കണ്ണുനീർ തുടയ്ക്കും, സന്താപങ്ങൾ പരിഹരിക്കും. ലോകത്തെ നീതിയിൽ ഭരിക്കും, ശോകപരൂമയും നശിക്കും. ലോകത്തെ നീതിയിൽ ഭരിക്കും, ശോകപരൂമയും നശിക്കും. അൻപാർന്നോരൻ പരനുലകിൽ തുമ്പങ്ങൾ തീരുവാൻ വരുമേ. ആമേൻ. അൻപാർന്നോരൻ പരനുലകിൽ തുമ്പങ്ങൾ തീരുവാൻ വരുമേ. എൻ പാടുകൾ അകന്നിടുമേ, ഞാൻ പാടി കീർത്തനം ചെയ്യുമേ. എൻ പാടുകൾ അകന്നിടുമേ, അന്ന് ഞാൻ പാടി കീർത്തനം ചെയ്യും. എൻ പാടുകൾ അകന്നിടുമേ, അന്ന് ഞാൻ പാടി കീർത്തനം ചെയ്യുമേ. ഒരിക്കൽ കൂടി കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. 2-ാം സങ്കീർത്തനം അതിന്റെ 12-ാമത് വാക്യമാണ്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. പ്രാരംഭത്തിൽ നല്ല ദൂതാണ് ഷിനിപ്പാസ്റ്റർ കൂടി കേൾപ്പിച്ചത്. നന്നായിരിക്കുന്നു. ആ വാക്യം തന്നെ വളരെ എഫക്റ്റാ. എന്താ ഒന്ന് വായിക്കേ. അത് തന്നെ. എന്റെ വിചാരങ്ങൾ വഴികൾ. അപ്പൊ ഞാൻ അതിനോട് കട പിടിച്ച് വഴിയിൽ വെച്ച് നശിക്കരുത്. സ്തോത്രം. ഞങ്ങൾ തമ്മിൽ ഒരു ധാരണ വേണമല്ലോ. ഈ നമ്മുടെ വിചാരവും ദൈവത്തിന്റെ വിചാരവുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മളിപ്പം വന്നപ്പം മുതൽ എന്തെല്ലാം വിചാരിച്ചായിരിക്കുന്നു, ഇപ്പോഴും എന്തെല്ലാം വിചാരിച്ചായിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പുള്ളി എഴുന്നേറ്റ് ഇന്ന് നിർത്തുവന്ന് മിക്കവാറും തോന്നലും മിക്കവാറും 10 മണിയാകാതെ പോയി പറ്റ്. നിങ്ങളത് ഒരാളെങ്കിലും ചിന്തിച്ച് കാണും. ഒന്നൊന്നുമല്ല. അപ്പൊ നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നമ്മുടെ വഴികളുമല്ല ദൈവത്തിന്റെ വഴികൾ. ഈ യോസേപ്പിനെ പറ്റി അപ്പന്റെ വിചാരം വേറൊന്നായിരുന്നു. അപ്പൻ യോസേപ്പിനോട് പറഞ്ഞു, നീ അവിടെ ചെന്ന് ഈ ജ്യേഷ്ഠന്മാര് പോയിട്ട് വിവരമൊന്നുമില്ല, ഒന്ന് പോയി വിവരം അറിഞ്ഞ് വരാം. നിങ്ങളാണ്ട ഉൽപ്പത്തി പുസ്തകം, ഞാൻ ആ ഭാഗമല്ല പ്രസംഗിക്കുന്നെങ്കിലും ഹൃദയത്തിൽ ഓടിയെത്തിയൊരു ഭാഗം. ഉൽപ്പത്തി പുസ്തകം ഒന്ന് എടുത്താട്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 35-ാമത്തെ അധ്യായം എടുത്താട്ടെ. 37-ന്റെ 14 എന്ന് വായിച്ചാട്ടെ. പിതാവിന്റെ വിചാരം വേറൊന്ന്, ദൈവത്തിന്റെ വിചാരം വേറൊന്ന്. ഉൽപ്പത്തി. നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് അപ്പൊ അപ്പന്റെ വിചാരം ഇതായിരുന്നു, നീ ചെന്ന് നിന്റെ സഹോദരന്മാരുടെ സുഖം വന്ന് ക്ഷേമം അന്വേഷിക്കണം. സ്തോത്രം. ഇതായിരുന്നു അപ്പന്റെ വിചാരം. അവിടെ ചെല്ലുക, ചേട്ടന്മാര് വന്ന് കാണുക, അവരുടെ ക്ഷേമം ഒന്ന് അറിയുക, തിരിച്ചു വന്ന് കാര്യങ്ങൾ പറയുക, ഈ വീടും പരിസരവും ഒക്കെ നോക്കി എന്റെ കൂടി ഇങ്ങനെ. ഇതായിരുന്നു അപ്പന്റെ വിചാരം. എന്നാൽ സ്വർഗീയ പിതാവിന്റെ വിചാരം വേറൊന്നായിരുന്നു. നിങ്ങൾ ആ 47-ാം അധ്യായം എടുത്തേ. 47-ാം അധ്യായത്തിന്റെ 45-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ച. ഉൽപ്പത്തി 45-ന്റെ 7. അപ്പന്റെ ദൈവത്തിന്റെ വിചാരം. ഭൂമിയിൽ നിങ്ങൾക്ക്, മൈക്കിൽ കൂടെ വായിച്ചേ. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിന് എങ്ങനുണ്ട്? ഈ കഷ്ടതയും പ്രയാസവും എല്ലാം തരണം ചെയ്ത് യോസേപ്പ് ഇങ്ങനെ വന്നു. അപ്പം പറഞ്ഞത് അപ്പന്റെ വിചാരമാ, അല്ലെ നമ്മുടെ വിചാരം.
നീ ദോതാനിൽ ചെന്ന ചേട്ടന്മാർ ആടുകളെ തീറ്റാൻ പോയിട്ട് അറിയുന്നില്ല. അവര് ദോതാനിൽ ഷേഖേമിൽ പോയിരിക്കുക. ചേട്ടന്മാരില്ല ആടിനെ. അവര് പഴയ പാസ്റ്റർമാരാ, സീനിയർ പാസ്റ്റേഴ്സാ, ഓർഡിനേഷൻ കിട്ടിയ പാസ്റ്റേഴ്സാ. അവരെല്ലാം ആടിനെ തീറ്റാൻ പോയി. പുള്ളിക്ക് ഓർഡിനേഷനും ഇല്ല, ബൈബിൾ സ്കൂളിൽ പോലും പോയതല്ല. ആരാ? ജോസേപ്പ്. ഇനിയിപ്പം ആരും തലയെ കൈവെക്കുമെന്നും വലിയ ദേഹത്ത് കൈവെക്കുന്നുണ്ട് കൂടെ കൂടെ. അപ്പൊ അപ്പൻ വിചാരിച്ചത് ഈ വീടും ചുറ്റുപാട് ഇങ്ങനെയൊക്കെ ഇതുകൊണ്ടൊക്കെ നിൽക്കാം. പിന്നെ ഷേഖേമിൽ ചെന്ന് അവരുടെ സുഖം ആണോ എന്ന് അറിഞ്ഞു വെച്ച് വരാൻ പറഞ്ഞു. ഈ ചേട്ടന്മാര് ആടിനെ തീറ്റാൻ പോയപ്പോ അപ്പന് വെപ്രാളം. ഷേഖേമിലോട്ടാ പോയത്. അതുകൊണ്ട് അപ്പന് വെപ്രാളം, യാക്കോബിന് വെപ്രാളം. അതിനാ യാക്കോബിന് വെപ്രാളം ഉണ്ടാകാൻ കാരണം അതാ വിഷയം. അപ്പന് ഒരു മോളുണ്ടായിരുന്നു, പൊന്നുമോള്. ആരെ? എന്തിനാ ഒത്തിരി? ഒന്ന് മതിയല്ലോ. നാടൻ ഭാഷ പറഞ്ഞ കാല് പറഞ്ഞ അന്നേ ഒന്ന് മതി, ഒത്തിരി ഒന്നും. ഓ, എന്നെ അവര് അരുതാഴിയ പോലെ. ഒത്തിരി ഒന്നും വേണ്ട, ഒരെണ്ണം മതി. ഗുണം പിടിക്കാത്താന്നേ. അതോടെ നിനക്ക് 20. ദീന. ഞാൻ നിങ്ങൾക്ക് ആവശ്യമാണേ തരാം. ദീനാചരിതം. അതിപ്പം ചൊല്ലത്തില്ല. ദീനാചരിതം, അതിന്റെ ആ ഭാഗം നോട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ ആടയും ഉടുപ്പും നടപ്പും എടുപ്പും പോക്കും വരവും പ്രകൃതി. ഇവള് ദേശത്തെ കന്യകമാരെ കാണാൻ പോയി. കന്യകമാരെ കാണാൻ പോയെന്നല്ല ചരിത്രം പറഞ്ഞത്. ദേശത്തെ കന്യകമാരുടെ കൂടെ ഇവളും അങ്ങ് കൂടിയെന്ന് പറഞ്ഞ വെറുതെ കൂടിയ ഡാൻസ്. ദീനാമേ, പെന്തിക്കോസുകാരി കൊച്ചുങ്ങളെ, പിള്ളേരെ സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കാൻ വിടരുത്. മനസ്സിലായോ? കണ്ണു വെഴുതി പൊട്ടുമൊക്കെ തുടിപ്പിച്ച് കൊലിസുമല്ലായിട്ട് തിന്തരിക്കട്ടോ മോളെ. പെന്തിക്കോസുകാരിയാ, കാണിച്ചടി. ഒടുവിൽ നീയും മോളും കൂടെ നെടുക ഡാൻസ് കളിച്ച് നടക്കേണ്ടി വരും. അവൾ ഒറ്റയ്ക്കായിരിക്കും സ്റ്റേജിൽ കയറുന്നത്. അവസാനം അമ്മയും കൂടെ, പിന്നെ അമ്മയല്ല അപ്പനും എല്ലാം സ്റ്റേജിൽ കയറേണ്ടി. പുറത്തെ ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തിരുമേശ എടുക്കുന്ന നിന്റെ സന്തതിയുടെ കാര്യമായി പറയണ്ട. മോളെ കുച്ചിപ്പുടിയും പഠിപ്പിച്ച് എന്നെ നിങ്ങളുടെ കാര്യം അല്ലല്ലോ പറയുന്നേ. അങ്ങനെ ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടവരുടെ കാര്യമല്ലേ പറഞ്ഞേ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് പിന്നെ ഡൗട്ട് അടിക്കുന്നു. കൊച്ചു പെൺപിള്ളി ചെറുപ്പത്തിലാ നന്നായിട്ട് വളർത്തണ്ടേ. പ്രായമായി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടുകയല്ല. ആരും അറിയാതെ കണ്ണു വെഴുതി പൊട്ടും തൊട്ട്. അമ്മയുടെ അനിയത്തിയുടെ മോള് വന്നപ്പോ അവിടെ കരുത്തേ മാല അതെടുത്ത് ഇവളൊന്ന് ഇട്ട് നോക്കി. കണ്ണാടി ചെന്ന് എന്നെ വല്യമ്മ തള്ള പറഞ്ഞു, മോനെ അണങ്ങുന്നുണ്ട് കേട്ടോ. തള്ള അതിലും കൊഴയാ. ആരും അറിയാതെ ഹൈബ്രോ അങ്ങനെ വേണ്ട പറഞ്ഞ എന്തുവാണോ ഐബ്രോ. ആയിക്കോട്ടെ, മനസ്സിലായല്ലോ, അത് മതി. ഐബ്രോ, കണ്ണ് അല്ലേ. പെന്തിക്കോസുകാര് കുലിസ് വിട്ട് അരിഞ്ഞാണം വിട്ട്. നീ ഇതുവരെ ഗുണം വന്നിട്ടില്ല, നീ ഇതുവരെ ശരിയായിട്ടില്ല. നീ ഗുണമാകുകയില്ല. പുറത്തെ ആൾക്കാരെ വിധിക്കാൻ നമുക്ക് അധികാരമില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ആരാധിക്കുന്ന അവകാശപ്പെടുന്നവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളാണ് നിങ്ങളുടെ കാര്യവും, ഓൺലൈനിലുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യവും, ഇതിന് ശേഷം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിന്റെ കാര്യവും. സ്തോത്രം. അങ്ങനെ ദീനാമ്മ ഒരു നൃത്തത്തിന് പോയതാ. അവള് തിന്തരികട വെച്ച് വന്നപ്പം മറ്റവൻ അവളെ അടിച്ചോണ്ട് പോയി. വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം, വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം ഞാൻ ഏത് ഭാഗമാണ് പറയുന്നത്. അവള് പോയി, ശേഖരം അവളെ കൊണ്ടുപോയി ഫോട്ടോയൊക്കെ എടുത്ത് ഇന്നത്തെ രീതി അനുസരിച്ച്. അവസാനം അവർ മര്യാദക്കാരായതുകൊണ്ട് ഇവിടെ വന്ന് യാക്കോവിന്റെ വീട്ടിൽ അവർ തിരിച്ചു വന്നു. അവളെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി പെന്തിക്കോസുകാരിയാന്ന്. ഈ തിന്തരികടമൊക്കെ വെച്ചാൽ ഇവളെ
ഇടയ്ക്ക് സ്തോത്രവും പറയും. മനസ്സിലായി ഇവള് പെന്തിക്കോസാന്ന്. അവരിവിടെ വന്ന് യാക്കോബായിട്ട് കാര്യമെല്ലാം പറഞ്ഞു. മോള് ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അയ്യോ, ഒരു ഉടമ്പടിയൊക്കെ നടത്തി. വിവരിക്കുന്നില്ലല്ലോ, നിങ്ങൾക്കറിയാം. ഉടമ്പടി യാക്കോബും ശേഖേം പൗരന്മാരുമായിട്ട് ഉടമ്പടി ചെയ്തു. പക്ഷേ ഈ ഉടമ്പടി ലംഘിച്ച് ശിമയോനും ലേവിയും അപ്പന്റെ അനുവാദമില്ലാതെ വാളെടുത്ത് വേദനപ്പെട്ടിരുന്ന ശേഖേം പൗരന്മാരെ വെട്ടി നശിപ്പിച്ചു. യാക്കോബ് വളരെ ഗൽഗതത്തോടെ പറഞ്ഞു, നിങ്ങൾ ഈ ദേശത്ത് തന്നെ നാറ്റിച്ചെന്ന്. ഈ ദേശത്ത് നീ ഒരു പെന്തിക്കോസുകാരിയാന്നെ, പെന്തിക്കോസുകാരനാണെങ്കിൽ ദേശത്ത് നാറ്റിക്കരുത്, ദൈവനാമം ദുഷിപ്പിക്കരുതെന്ന്. മനസ്സിലാകുന്നുണ്ടോ പറയാനെ? നീ പെന്തിക്കോസുകാരനാണെങ്കിൽ, പെന്തിക്കോസുകാരിയാണെങ്കിൽ ദേശത്ത് അവിടുത്തെ നാമത്തെ ഉയർത്തണം, അവിടുത്തെ നാമത്തെ നാറ്റിക്കരുത്. നാറ്റിച്ചാൽ ദൈവം നിന്നെ വിടുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? നീ പാർക്കുന്ന വാടകയ്ക്കോ സ്വന്തമായിട്ടോ അല്ലെ ആരുടെയും കൂടിയാ പാർക്കുന്നത്, ആ പാർക്കുന്ന ദേശത്ത് നീ ദൈവനാമത്തിന് അപമാനം വരുന്ന സംസാരമോ പ്രവൃത്തിയോ ചെയ്തികളോ ഇടപാടോ നിന്റെ ഭാഗത്ത് നിന്ന് വന്നാൽ ദൈവം നിന്നെ വിടുകയല്ലെന്ന്. വിടുകയല്ല. എട്ടുനാടൻ പൊട്ടത്തെറിയ മിറ്റത്തിറങ്ങി വഴക്കുണ്ടാക്കുക, നാട്ടുകാരെല്ലാം കേട്ട്. അവര് മാർത്തോമക്കാർ, അവര് ഓർത്തഡോക്സ്, അവര് ഹിന്ദുക്കള്, അവര് മുസ്ലിങ്ങള്, നീ ഇവിടെ പെന്തിക്കോസും. മിറ്റത്തിറങ്ങി അലറുക. അന്നേരം അപ്പുറം മാർത്തോമാല അച്ഛൻ പറഞ്ഞു, കുഞ്ഞുഞ്ഞമ്മ പതുക്കെ പറഞ്ഞാട്ടെ. ഉടനെ കുഞ്ഞുഞ്ഞമ്മ, അച്ഛൻ അറിയാമല്ല എന്നോട് ഈ കാണിക്കുന്നേ? ദൈവനാമം ചുപ്പിക്കുക, വീടുകയല്ല നിന്നെ. ഡൗട്ട് വല്ലതും ഉണ്ടെ ഇപ്പൊ പറഞ്ഞോണം. നീ ദൈവനാമമായി ദൂഷിപ്പിക്കുന്നേ, വിടുകയല്ല. കണക്കും പലിശയിട്ട് ദൈവം പിടിക്കും. ഇപ്പൊ പിടിക്കുകയല്ല. ഇപ്പൊ ആരോഗ്യം ഉള്ളതുകൊണ്ട് തിന്താര കളിച്ച് അപ്പറ ആടി ഇപ്പറ വെട്ടിലി ആടും പോലെ, മൂത്തോളമായിട്ട് വഴക്കുണ്ടാക്കി മൂത്തോടെ വെട്ടിലി ആടും പോലെ ചാടി ഇളയവിടെ വീട്ടിൽ ചെന്നു. അവിടെ 2 ആഴ്ച വഴക്കുണ്ടാക്കി മോന്റെ അവിടെ ചെന്നു. അവിടുന്ന് വെട്ടിലി ആടും പോലെ ഒടുവിലൊരു പിടി പിടിക്കും. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, പാസ്റ്റർ എന്നെ നോക്കി തന്നെ ആണല്ലോ ഇത്. അല്ല, നിന്നെ കൂടെ ഉള്ളതാ, എന്നാൽ ഓൺലൈനിലുള്ളവർക്കും കൂടെ ഉള്ളതാ. എല്ലാവരുടെ വീതിച്ചെടുക്കുക. നിങ്ങൾ ഒരാളെ തന്നെ എടുക്കാതെ എല്ലാവർക്കും കൂടെ വീതിച്ചു കൊടുക്കുക. സ്തോത്രം. യാക്കോബ് പറയുക, നിങ്ങൾ ഈ ദേശത്ത് തന്നെ നാറ്റിച്ചെന്ന് ദൈവനാമം ദൂഷിപ്പിച്ചു. അതെ, ഈ വിഷയത്തിൽ യാക്കോബ് ശിമയോനെ ലേവിയെ ഒടുവിൽ 49 അധ്യായം പഠിക്കുമ്പോൾ ശപിച്ചല്ലോ, പ്രാഗിയല്ലോ. ഇങ്ങനെ ഈ സംഭവം നടന്നതിന് ശേഷമാണ് പ്രയാസമായി 34 ഈ സംഭവം നടക്കുക. അപ്പോൾ യാക്കോബ് യോസേഫിനോട് പറഞ്ഞു, ജ്യേഷ്ഠന്മാരുടെ ക്ഷേമം അറിഞ്ഞെന്ന് വാ, സുഖം അറിഞ്ഞു. അവർക്ക് സുഖം, അവര് ക്ഷേമില്ല പോയേക്കുന്നത്. ഇനി അവർക്ക് മറ്റവർക്ക് വൈരാഗ്യം എങ്ങാനും ഉണ്ടായിട്ട്, ഇടയന്മാരാടാ പണ്ട് നമ്മളെ തകർത്തെന്നും പറഞ്ഞ് പിടിച്ച് പ്രശ്നമുണ്ട്, അതിനാ പറഞ്ഞ് പോയി അറിയാൻ. അപ്പൊ അപ്പന്റെ വിചാരം യോസേഫ് ഈ വീടും പരിസരവും ആടും വീടും കൂടുമൊക്കെ ആയിട്ട് ഇങ്ങനെ പാർക്കുമെന്നായിരുന്നു അപ്പന്റെ വിചാരം. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. അപ്പന്റെ വിചാരം. പക്ഷെ ദൈവത്തിന്റെ വിചാരമോ? ആ 45:7 വായിച്ച ദൈവത്തിന്റെ വിചാരം. 45:7. ആ ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിന് മൈക്ക് കൊണ്ടൊന്ന് വായിക്കാമോ? ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. എങ്ങനുണ്ട്? അപ്പന്റെ വിചാരം ഇങ്ങനെ, പക്ഷെ ദൈവത്തിന്റെ വിചാരം മറ്റൊന്നാണ്. അങ്ങനെ ചെന്ന യോസേഫിന്റെ ചേട്ടന്മാരും ക്ഷേമം പറയാൻ ചെന്ന യോസേഫിനെ പിടിച്ച് പൊട്ടങ്കണിൽ തട്ടി അവന്റെ വസ്ത്രവും പറിച്ചെടുത്ത് 20 വെള്ളിക്കാശിന് വിറ്റ് കാരാഗ്രഹത്തിലും പുത്തിപ്പറന്റെ വീട് എന്ന് വേണ്ടതെല്ലാം പ്രതികൂലങ്ങളിൽ കൂടി കടന്നുപോയി. പക്ഷെ ദൈവത്തിന്റെ വിചാരം മറ്റൊന്നായിരുന്നു. 105-ാമത്തെ സങ്കീർത്തനത്തിന്റെ ആ 17-ാമത്തെ വാക്യം കൂടി ഇതിനോട് ചേർത്ത് വായിച്ച ആ ഭാഗം അങ്ങ് വിടാം. വായിച്ചേ. അവർക്ക് മുമ്പായി അവൻ ഒരാളെ, യോസേഫിന്റെ ചരിത്രമായി പറഞ്ഞു, അവർക്ക് മുമ്പായിട്ട് അവൻ ഒരാളെ അയച്ചു. യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. ആ മൈക്ക് അങ്ങോട്ട് കൊടുത്തേ, മൈക്ക് കൂടെ വായിക്കേ. ദൈവത്തിന് മഹത്വം. ഒന്നുകൂടെ വായിച്ചേ, മൈക്ക് കൂടെ.
യോസേഫിനെ അവൻ ദാസനായി യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. അടുത്തത് യഹോവയുടെ വചനം നിവൃത്തിയാവുകയും അവന്റെ അരുളപ്പാടിന് ശോധന വരികയും ചെയ്യും. അവർ അവന്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങല ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കുക, ആ ഭാഗം പഠിക്കുമ്പോൾ നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. ഈ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും എല്ലാം കടന്ന് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിന്റെ ഹിതം നിറവേറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രശ്നങ്ങളിൽ കൂടി, കഷ്ടങ്ങളിൽ കൂടി, പീഡകളിൽ കൂടി, പോരാട്ടങ്ങളിൽ കൂടി നീ പോകുമ്പോൾ പിറുപിറുക്കരുത്, നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, പതറിപ്പോകരുത്. ദൈവത്തിന്റെ തിരിഹിതം നിറവേറിക്കൊണ്ടിരിക്കുക. പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ യോസേഫിന് ഒന്നറിയാം, ദൈവഹിതം നിറവേറിക്കൊണ്ടിരിക്കുക. പൊത്തീഫറിന്റെ വീട്ടിൽ അപമാനക്കുറ്റം അടിച്ചേൽപ്പിച്ചപ്പോഴും അറിയാം, ദൈവഹിതം നിറവേറിക്കൊണ്ടിരിക്കുക. ചന്തസ്ഥലത്ത് കൊണ്ട് വില പറഞ്ഞപ്പോൾ യോസേഫിന് ഉള്ളിൽ അറിയാം, ദൈവത്തിന്റെ ഹിതം നിറവേറുക. ലോകം നിന്നെ പഠിക്കും, ലോകക്കാർ നിന്നെ ആക്ഷേപിക്കും, പലരും പലതും പറയും. പക്ഷെ നീ പതറരുത്, ദൈവത്തിന്റെ ഹിതം ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുക. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി 1-2 കാര്യങ്ങൾക്ക് അഭിവാചകം പോലെ പറഞ്ഞ് അങ്ങ് ഇരിക്കുവാൻ ശരണപ്പെടുകയാണ്. ഒന്നുകൂടെ വായിച്ചാട്ടെ, 2:12 സങ്കീർത്തനം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. ഞാൻ ഉറപ്പിച്ചല്ലോ, വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുക. നമ്മുടെ ഈ ജീവിതയാത്ര ഒരു വഴിയാത്രയോട് തുലനപ്പെടുത്തിയാ പോകേണ്ടത്. നമ്മളെല്ലാം യാത്രക്കാരാ. അധ്യാത്മരാമായണത്തിൽ ഒരു ഭാഗമുണ്ട്, മരണവീടുകളിൽ ഉച്ചരിക്കാറുണ്ട്. അറിയാതെ വായിച്ച് മനസ്സിലാക്കിയവർക്കറിയാം. ആ പ്രയോഗം ഇങ്ങനെ: പാന്തർ പെരുവഴി അമ്പലം തന്നിലേ ധാതരായി കൂടി വരും വിയോഗം പോലെ. പാന്തർ യാത്രക്കാർ. നമ്മളെല്ലാം വഴിയാത്രക്കാരാ. പണ്ട് കാലത്ത് മോട്ടോർ സൈക്കിളോ വാഹനങ്ങളോ ഒന്നുമില്ലാതെ, ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ, ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് സത്രമുണ്ട്, വഴിയമ്പലം. ദീർഘദൂര യാത്ര ചെയ്യുന്നവർ രാത്രിയിൽ ആ സത്രത്തിൽ തങ്ങും. പല സ്ഥലത്തു നിന്ന് വരുന്നവരായി സത്രത്തിൽ തങ്ങുന്നത്. രാവിലെ അവർ എഴുന്നേറ്റ് അവര് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പല വഴിക്ക് തിരിഞ്ഞു പോകും. ഇതുപോലെ മനുഷ്യജീവിതം എന്ന കവിയുടെ ഭാവന: പാന്തർ പെരുവഴി അമ്പലം തന്നിലെ നാന്തരായി കൂടി വരും വിയോഗം പോലെ, നദിയാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം എന്ന അർത്ഥം ഇത്രയേ ഉള്ളൂ. എല്ലാവരും വഴിയാത്രക്കാരാ. ഞാനും നിങ്ങളുമെല്ലാം യാത്രക്കാരാ. അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ പാടി ചോദിക്കുന്നത്: ജീവിത യാത്രക്കാരാ, കാലടികൾ എങ്ങോട്ടാ? ഒരു ദൈവ പൈതൽ സ്വർഗീയ കനാന് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുക. നമ്മുടെ പിതാക്കന്മാരാകുന്ന ഇസ്രായേൽ മക്കൾ 40 വർഷം വഴിയാത്ര ചെയ്താണ് അവരിൽ ചിലര് വാഗ്ദത്ത കനാനിലെത്തിയത്. യാത്രക്കാരാ. നമ്മുടെ മിശിഹായുടെ പുരാണൻ 2 വഴിയെ പറ്റിയാ പറഞ്ഞത്. ഒന്ന് നാശത്തിലേക്കുള്ള വഴി, 2 നിത്യജീവനിലേക്കുള്ള വഴി. 2 വഴി കൂടെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ ആൾക്കാരും പോകുന്ന ഏത് വഴി കൂടാ? നാശ വഴി കൂടാ. ആ വഴി കൂടെ പോയാൽ കള്ളു കുടിക്കാം, വീടി വലിക്കാം, പുക വലിക്കാം, സിനിമ കാണാം, തെറി പറയാം, തമ്മിത്തല്ലുണ്ടാക്കാം, പിടിച്ചു പറിക്കാം, കത്തിക്കുത്തുണ്ടാക്കാം, സകല അക്രമവും അനീതിക്കും പങ്കുചേരാം, കൂട്ടു നിൽക്കാം, വഴക്കുണ്ടാക്കാം, നുണ പറയാം, കൂട്ടിപ്പിടിപ്പിക്കാം, അലോഗ്യം ഉണ്ടാക്കാം. നിങ്ങളാരും മിണ്ടാതെ. നിങ്ങളെല്ലാം ആ വഴി കൂടെ പോകുന്നവരാണോ? ഇവിടെ ഞങ്ങൾ പോകുന്ന വഴി കൂടെ ആണെന്നല്ലോ, പാസ്റ്റർ കാര്യമാണെന്നല്ലോ. മിണ്ടായിരിക്കുമ്പോൾ എനിക്ക് അങ്ങ് തോന്നുക. സ്തോത്രം. ധാരാളം പേര് ആ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നും ആള് തെള്ള. എന്നാൽ ഇപ്പറേ ഒരു വഴിയുണ്ട്, നിത്യജീവനിലേക്കുള്ള വഴി. വഴി വളരെ വിശാലമൊന്നുമല്ല, ഇടുങ്ങിയ വഴിയാ. ചുരുക്കം ആൾക്കാരെ അതിലേക്കൂടെ ഏതാ മുമ്പേ പറഞ്ഞ ലിസ്റ്റിൽ പെടാത്തവരാ ഈ വഴി കൂടെ പോകുന്നത്. ആദ്യം പറഞ്ഞ വഴി കൂടെ ലിസ്റ്റിൽ പെട്ടവരെല്ലാം ധാരാളം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് വഴി കൂടാന്ന് ഇന്ന് രാത്രി ചിന്തിച്ചേച്ചേ ഇവിടം വിട്ട് കടന്നു പോകാവൂ. നിങ്ങളിപ്പോൾ ചെല്ലി പറയാം, ഞങ്ങൾ 2 വഴി കൂടെയും പോകും പാസ്റ്ററെ. ഞായറാഴ്ച 9 മുതൽ അല്ലെ 10 മുതൽ 2 മണി വരെ ഞങ്ങൾ 2ാമത്തെ വഴി കൂടെ പോകും. ഞായറാഴ്ച 3 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ വീട്ടിൽ ചെല്ലുമ്പോൾ 3 ആകും. അന്നേരം സീരിയൽ സിനിമ തുടങ്ങുമല്ലോ. ഞായറാഴ്ച 3 മുതൽ പിറ്റേ ഞായറാഴ്ച 8:30 വരെ ആദ്യം പറഞ്ഞ വഴി കൂടെ. എനിക്ക് പിന്നെ ഡൗട്ട് അടിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ശുപാസ് എടുത്ത് പാണ്: ജീവിതയാത്രക്കാരാ, കാലടികൾ എങ്ങോട്ട്,
നാശത്തിൻ പാതയോ ജീവന്റെ ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ ലക്ഷ്യം. അപ്പൊ ശ്രദ്ധിക്കുക, രണ്ട് വഴിയാ. ഒന്ന് നാശത്തിലേക്കുള്ള വഴി, രണ്ട് നിത്യജീവനിലേക്കുള്ള വഴി. ഇന്ന് രാത്രി നാശവഴിയിൽ കൂടി കടന്നു പോകുന്ന നീ ഇന്ന് രാത്രി തിരിച്ച് നിത്യജീവന്റെ വഴിയിലേക്ക് വരണം. ഈ പെന്തിക്കോസി വന്നവരെല്ലാം നിത്യജീവന്റെ വഴി കൂടാന്ന് ധരിക്കരുത് കേട്ടോ. പെന്തിക്കോസി വന്നവരെല്ലാം നിത്യജീവന്റെ വഴി കൂടാന്ന്. ഇപ്പോൾ ഇതിനകത്ത് സിനിമ കാണുന്നവരുണ്ട്, തെറി പറയുന്നവരുണ്ട്, വഴക്കുണ്ടാക്കുന്നവരുണ്ട്. നിത്യജീവന്റെ വഴിയിൽ ഇതാണോ നടക്കുന്നേ? നിങ്ങൾ ചിന്തിക്കുക ഏത് വഴി കൂടാന്ന്. നമുക്കത് ചിന്തിച്ചേച്ചെന്ന് ഒരു ആൻസർ കണ്ടെത്തുന്നിട്ട് നമുക്ക് വേറെ വഴി കയറേണ്ടതാ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അന്ന് മിക്കവാറും വഴി കയറിയത് തന്നെ നിത്യജീവന്റെ വഴിയിലെത്തണം. അതിന് 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട. ഹൃദയം യേശുവിന് കൊടുത്താൽ മതി. യേശുവേ, ഞാനൊരു പാപിയാ, നാശവഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ രക്ഷിച്ച് അങ്ങയുടെ മകളാക്കി തീർത്ത് ആ നിത്യജീവന്റെ വഴിയിൽ കൂടി യാത്ര ചെയ്യുവാൻ കരുണ ചെയ്യണമെന്ന് ആര് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു ക്രിസ്തു രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അതെ, ഭാഗം അങ്ങ് വിടുക. അപ്പോൾ വഴിയിൽ വെച്ച് നശിക്കരുത്. അപ്പോൾ സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുക. ഇങ്ങനെ യാത്ര ചെയ്യുന്ന ദൈവമക്കളോട് പറയുക, ആ വഴിയിൽ വെച്ച് നശിച്ചു പോകരുത്. വഴിയിൽ നമ്മെ നശിപ്പിക്കുവാൻ ഒത്തിരി ശക്തികൾ വരും. ഞാൻ എപ്പോഴും പറയും, ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള യാത്രാവേളയിൽ അവരെ നശിപ്പിക്കുവാൻ ധാരാളം ശക്തികൾ വഴിയിൽ വന്നു. അതിലൊരു ശക്തിയായിരുന്നു അമാല്യക്കിന്റെ ശക്തി. അത് ഞാന് സാധാരണ പറയുന്ന ഭാഗമായതുകൊണ്ട് അധികം വിവരിക്കുന്നില്ല. അമാല്യക്കിന്റെ ശക്തി ഇത് വഴിയിൽ വെച്ചാണ് ഇവർക്കെതിരെ വന്നത്. ഈ അമാലേക്ക് എന്തിനെ കാണിക്കുന്നുവെന്ന് ചോദിച്ചാൽ ജഡത്തിന്റെ ശക്തിയെ കാണിക്കുന്നതാണ്. നിങ്ങൾ ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ആരംഭത്തിലൊന്ന് വായിച്ച്. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. നിങ്ങൾ വഴിയിൽ വെച്ച്, നിങ്ങൾ മിസ്രയീമിൽ വെച്ച് പുറപ്പെട്ടു വരുമ്പോൾ, വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നു ഇരിക്കുമ്പോൾ നിന്റെ പിന്നലിലുള്ള ബലഹീനതയൊക്കെ സംഹരിച്ച് കളഞ്ഞ കാര്യം തന്നെ ഓർക്കണമെന്ന. അപ്പോൾ ഈ ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള യാത്രാവേളയിൽ വഴിയിൽ വന്ന ഒരു ദുഷ്ടശക്തി, അങ്ങനെ ചിന്തിക്കാം, അമാലേക്ക് അല്ല, വഴിയിൽ വെച്ച് നിന്നെ നശിപ്പിക്കുവാൻ. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്നു. 2 സ്ഥലത്തും വഴിയിൽ എന്നാ. അപ്പൊ ഈ അമാലേക്കിന്റെ ശക്തി വഴിയിൽ വന്നു. വഴിയിൽ വെച്ച് നശിക്കരുത്. അമാലേക്ക് വഴിയിൽ വെച്ചെന്നും വരാൻ കാരണം ഇസ്രായേൽ ആരാന്ന് ചിന്തിക്കണം. രക്ഷിക്കപ്പെട്ടവരാ. കുഞ്ഞാടിനെ അറുത്ത് ചോരത്തിൽ ആചരിച്ചു രക്ഷ. 2 ചെങ്കടൽ കടന്നതാ സ്നാനം. 3 മന്ന ഭുജിച്ചവരാ. 4 അടിക്കപ്പെട്ട പാറയിൽ നിന്ന് വെള്ളം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയുന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു. അപ്പോൾ ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ചോ വലിയ തെറ്റ് വരികയല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തിരുമേശി എടുത്തു ആത്മസ്നാനവും പ്രാപിച്ചു. സ്തോത്രം. അപ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് കയറി വരിക. ഇനി ആരായി അമാലേക്ക് എന്ന് ചോദിച്ചാൽ ഇത് ഏശാവിന്റെ കൊച്ചുമകനാ. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ച്. ഉൽപ്പത്തി 36:12. ആരാണ് അമാലേക്ക് എന്ന് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനാകുന്ന എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിനെ അമാലേക്കിനെ പ്രസവിച്ചെന്ന വാക്യം. അപ്പോൾ ഏശാവിന്റെ കൊച്ചുമകനാണ് ഈ അമാലേക്ക്. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനാകുന്ന എലീഫസിന്റെ വെപ്പാട്ടി. അവൾ എലീഫസിന് അമാലേക്കിനെ പ്രസവിച്ചെന്ന. അമാലേക്ക് ആരാന്ന് ചോദിച്ചാൽ ഏശാവിന്റെ കൊച്ചുമകനാ. എന്ന് പറഞ്ഞാൽ ഏശാവിന്റെ മകനാകുന്ന എലീഫസിന് തന്റെ വെപ്പാട്ടിയിൽ നിന്ന് ജനിച്ചതാ. എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ പ്രകാരം വാഗ്ദത്ത പ്രകാരം ജനിച്ചതല്ല, ജഡപ്രകാരം ജനിച്ചതാണ്. അപ്പൊ ആത്മീക വ്യാഖ്യാനം ഈ അമാലേക്ക് ജഡത്തെ കാണിക്കുന്നതാണ്. അപ്പൊ അമാലേക്കിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ ശക്തിയാ, ജഡം. അപ്പോൾ വഴിയിൽ വെച്ച് നശിപ്പിക്കാൻ വന്ന ശക്തിയാണ് ജഡം. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, നിന്നെ നശിപ്പിക്കുവാൻ വരുന്ന ശക്തി പ്രബല ശക്തി, പ്രഥമ ശക്തി, അന്ത്യം വരെയുള്ള ശക്തി അമാലേക്ക്. ഇത് ജഡത്തെ കാണിക്കുന്നതാണ്. അല്ല, വണ്ടിയോടല്ല പോരാട്ടം. നമ്മൾ പറയും വണ്ടിയോട്
വണ്ടി കൂടെ കൂടെ നിന്ന് പോകുക. അത് വണ്ടി മാറണം, ഷൂപ്പാസ് മാറിയല്ലോ, പോരാട്ടമല്ലല്ലോ. പഴയ വണ്ടി എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു, അത് മാറി, ആ പോരാട്ടം. പിന്നെ ഇന്നലെ വല്ലതും വണ്ടി വഴി കിടന്നോ? ഇല്ല. ഇന്ന് കിടന്നോ? ഇല്ല. ഇനിയും കിടക്കത്തുമില്ല. അത് പോരാട്ടമല്ല. പഴയ വണ്ടി ആയതുകൊണ്ടും കണ്ടമാനം ഓടിയത് കൊണ്ടും അതിന്റെ പാർട്സിനൊക്കെ വല്ലാത്ത പ്രയാസം ഉള്ളത് കൊണ്ട് പറ്റിപ്പോരാ. അത് പോരാട്ടമാണോ? അല്ല. പുതിയ വണ്ടി കിട്ടിയപ്പോ പോരാട്ടം മാറി. വണ്ടിയോടല്ല പോരാട്ടം. ചില പറയാ വസ്തുവിന്മേൽ പോരാട്ടം. എങ്ങനെ? പറഞ്ഞു തരാം. പോരാട്ടം മാറുന്നത് ഒന്ന്, കള്ളയാധാരം ഒപ്പിക്കരുത്. അപ്പം ചാകാറായി ഊർത്തശ്വാസം വലിച്ചു കിടന്നപ്പോ നീ അറിയാതെ തള്ളവരിൽ പിടിച്ച് അമക്കി ഒപ്പിടിച്ചു, എന്നിട്ട് വായിൽ ചില കുറുക്ക് ഒഴിച്ചു കൊടുത്തു. നീ കള്ളയാധാരം ഉണ്ടാക്കിയതല്ലേ? അനിയനെ അറിയിച്ചില്ല, ചേട്ടനെ അറിയിച്ചില്ല, പെങ്ങളെ അറിയിച്ചില്ല, ആരെ അറിയിച്ചില്ല. നീയും അപ്പനും അമ്മയും കൂടെ കുരുക്കൊപ്പിച്ച് വെണ്ടർതോമായിട്ട് പറഞ്ഞ് ഗോൾ കൊള്ളിച്ചെഴുതിക്കോളാൻ. കള്ളയാധാരം. അപ്പൊ പോരാട്ടം ഉണ്ടാകും. ആ വസ്തുവിന്മേൽ പിശാച് വാദിക്കും. നീ ചേട്ടന് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുത്തില്ല, അനിയന് കൊടുക്കേണ്ടതും കൊടുത്തില്ല, പെങ്ങൾക്ക് കൊടുക്കേണ്ടതും കൊടുത്തില്ല, അപ്പന്റെ പെങ്ങളെ കെട്ടിക്കാതെ നിർത്തി, നീ അതിനെ അന്വേഷിച്ചുമില്ല, അതിനുള്ളത് കൊടുത്തുമില്ല. നിന്റെ ആയുസിൽ പ്രശ്നം മാറുകയില്ല. മാറുകയില്ല. നീ കുമ്പനാട്ട് പോയാലും മാറുകയില്ല, മുളക്കട പോയാലും മാറുകയില്ല, മദ്രാസിൽ പോയാലും, പുനലൂര് പോയാലും, നീ ഇസ്രയേലിൽ പോയാലും മാറുകയില്ല, മക്ക പോയാലും മാറുകയില്ല, മലയ്ക്ക് പോയാലും മാറുകയില്ല. ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞ കാര്യം നഗേശാന് ബോധ്യപ്പെട്ടോ? സ്തോത്രം. നീ ക്രയം കാണിച്ചല്ലേ ഇത് ആധാരം ഉണ്ടാക്കിയേ. എന്നിട്ട് പറയാം 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ വേണം. ബന്ധനം അടിക്കുന്ന പാസ്റ്ററെ ആരേലും പരിചയം ഉണ്ടെങ്കിൽ അങ്ങേരും അയാളെന്തിനാ ഇവിടെ നിന്ന് കുത്തിയിരിക്കുന്നത്? അയാളും ജീരവെള്ളം കുടിച്ചോണ്ട് അടിയട്ടെന്നും പറഞ്ഞിരിക്കുക. അങ്ങേരിതൊന്നും അറിയുന്നില്ല, ഈ കുരുക്കൊപ്പിച്ച് വെച്ചത്. ഉച്ചവരെ 3 ഗ്ലാസ് ജീരവെള്ളം. വല്ല കാര്യമുണ്ട്? പാലക്കാട്ടുകാരൻ പ്രവാചകനെ കൊണ്ടു നിർത്തിരിക്കുക, 1 ജഗ് വെള്ളം കൊണ്ടുവച്ചു ആവശ്യം പോലെ കുടിച്ചു അഴിച്ചാക്കാൻ. അയാളും കിടന്ന് കുഴയ്യ. പുള്ളി പ്രാർത്ഥന പറഞ്ഞ ഒന്നും വെളിപ്പെടുന്നില്ല. എങ്ങനെ വെളിപ്പെടാൻ? ആധാരം എടുത്ത് അലമാരിക്കകത്ത് വെച്ച്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നേ? സ്തോത്രം. നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല പോരാട്ടം. ചില പിള്ളേരോട് പോരാട്ടം ഭയങ്കര പോരാ. കൊച്ചിനെ അടിക്ക് അനുസരണയെ വളർത്തണം. കൊച്ച അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കണം, ലാളിക്കേണ്ട സമയത്ത് ലാളിക്കണം, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം, ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം, ഓമനിക്കേണ്ട സമയത്ത് ഓമനിക്കണം. കൊച്ചിനെ ഓമ്പോലിച്ചോണ്ടിരിക്കരുത്. ഓമ്പോലിച്ച് വെച്ച് അവസാനിച്ച് പ്രായമാകുമ്പോ നിന്നെ എടുത്ത് അമ്മാനെ വേണ്ടെന്ന് കണ്ടിട്ടില്ലേ? ഇങ്ങനെ മാപ്പിളെ മെമ്മളെയും കൂടെ കൊച്ചു കിടന്ന് എന്നാലും ബഹുമാനപ്പെട്ട ജൂബിദാനെ പറയാം, അപ്പനാണ് അപ്പന്റെ സാധനമുണ്ട്, അമ്മയ്ക്ക് അമ്മയുടെ സാധനമുണ്ട്, കൊച്ചുങ്ങൾക്ക് കൊച്ചുങ്ങളുടെ സാധനമാണ്. ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഒന്ന് എൻ്റെ കയ്യിലോട്ട് താ, ഞാൻ ശരിയാക്കി തരാം. ഞാൻ തല്ലത്തൊന്നുമില്ല. തല്ലുക. നിങ്ങൾ ഓർക്കുന്ന അയ്യോ ഇടയിൽ കൊടുക്കരുത്, ആള് തല്ലിക്കൊല്ലുവെന്ന്. ഞാൻ ജോഷുവായി തല്ലത്തില്ലല്ലോ. പക്ഷെ എന്റെ എടുക്കൽ എന്തിനാ ചുമ്മാ കൊച്ചുങ്ങളെ തല്ലുന്നേ? സ്തോത്രം. അടിക്കേണ്ട സമയത്ത് അടിക്കണം, ഓമനിക്കേണ്ട സമയത്ത് ഓമനിക്കണം, പ്രാർത്ഥിപ്പിക്കേണ്ട സമയത്ത് പ്രാർത്ഥിപ്പിക്കണം, ആരാധിപ്പിക്കേണ്ട സമയത്ത് ആരാധിക്കണം, ഭക്ഷണം കൊടുക്കേണ്ട സമയത്ത് അതും കൊടുക്കണം. അല്ല രാവിലെ പ്രാർത്ഥിച്ചോ 10:30 അവന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അവസാനം പ്രാർത്ഥിച്ചോ, അവൻ വശം കെട്ടേച്ച് അവിടെ തന്നെ കമന്ന് കിടന്ന്. അത് ശരിയല്ല. പിറ്റേന്ന് വിളിച്ച അവൻ വരികയല്ല. ഞാൻ പറഞ്ഞത് എന്റെ അനുഭവത്തിൽ നിന്നായി പറയുന്നത്. ഇന്ന് രാവിലെ പ്രാർത്ഥന കിടന്നപ്പം ഞങ്ങളുടെ വീട്ടിൽ സണ്ണിയും ഉള്ളത് കൊണ്ട് ഒത്തിരി ഹെൽപ്പാ. എന്നാലും ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ തന്നെ കാപ്പി ഇട്ട് ജോഷുവായിക്ക് കാപ്പി കൊടുത്തേച്ചാ വരാൻ പറഞ്ഞു. എന്റെ കാപ്പി കുടിച്ചു പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. കൊടുത്തു. പക്ഷെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിപ്പിക്കണം. സ്തോത്രം. അടങ്ങിയിരുന്നില്ലേ ഒറ്റ അടി കൊടുക്കണം. അടങ്ങിയിരുന്നില്ലേ അടിക്കണം. നമ്മുടെ പിള്ളേരെ നമ്മളതല്ലാതെ പിന്നെ അപ്പുറത്തെ ചെറിയാച്ചം വന്നതല്ലോ. പിള്ളേരെ ഒലയ്ക്ക് പഠിക്കരുത്. വേറെ ദിവസം പറഞ്ഞ വടി കൊണ്ടടിക്കണം. വടി കൊണ്ടടിച്ചാൽ ചത്തുപോകുകയല്ല.
ആ പുസ്തകത്തിലെ പ്രമാണമാണ്, ഞാൻ വേദോസത്തിലെ പ്രമാണമാണ് പറഞ്ഞു. കൊച്ചുങ്ങൾ പറയുന്ന എല്ലാ ചിത്താന്തത്തിനും തുള്ളരുത്. കൊച്ചു എനിക്ക് അമ്പിളിയമ്മാവിന് വേണം, താ 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 ഉടനെ മാപ്പിള പെമ്പിളോട് ഏണി എടുത്തോടി, നീ കയറുവോ ഏണി എടുത്തോളാ, എന്നത്തിന്? ഇന്ന് രാത്രി ഇത് കേട്ടോണ്ട് കൊച്ചുങ്ങളെ ഞെക്കിക്കൊല്ലരുത്. ഇന്നാടാ എനിക്കിതെല്ലാം പിടികിട്ടിയത്, ഇങ്ങോട്ട് മാറി നമ്മൾ കഴുത്തിന് പിടിച്ച് ദോഷമൊന്നും ഒപ്പിച്ചത്. മക്കളെ കോപതിരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. വീരന്റെ കയ്യിൽ ഈ അസ്ത്രം അങ്ങനെയാ യൗവനത്തിലെ മക്കൾ. അവയെക്കുറിച്ച് തന്നെ ആവനാണി തുറച്ചിട്ട് പുരുഷൻ ഭാഗ്യവാനെന്നാ. അപ്പൊ പിള്ളേരുടെ പോരാട്ടം മാറുന്ന ഞാൻ പറഞ്ഞു തരാം. ചെറുപ്പത്തിലേ ഇത് പഠിപ്പിക്കണം. അതായത് അപ്പന്മാരെക്കാളും കൂടുതൽ അമ്മമാര് പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു 70% അമ്മ എങ്ങനെ ഇരിക്കും അതുപോലെ. നിങ്ങൾ അപ്പന്മാര് ചിലപ്പം ഗൾഫിലായിരിക്കും, വീട് സന്ധിക്കണ്ടേ, പുലർത്തണ്ടേ, അല്ലെ വിദൂരതയിലായിരിക്കും. ചിലപ്പോൾ ആഴ്ചയിലൊന്നായിരിക്കും വീട്ടിൽ വരുന്നത്, അധ്വാനിച്ച് സന്ധിക്കണ്ടേ. ചിലപ്പോൾ മാസത്തിലൊന്നായിരിക്കും, ഗൾഫ് രാജ്യത്ത് അന്ന് ചിലപ്പോൾ വർഷത്തിലൊന്നേ, അത് മൊത്തമെങ്കിൽ. അപ്പൊ കൂടുതൽ അമ്മയും മക്കളുമായിട്ടാ കൂടുതൽ. പഴയ കാലത്തും അങ്ങനെ, അപ്പൻ രാവിലെ അധ്വാനത്തിന് പോകും, അമ്മയും മക്കളും ആ കൂടുതൽ ഇടപെടുന്നത്. അമ്മയിൽ നിന്നാ എല്ലാം പഠിക്കുന്നത്, ഇല്ലേ? എല്ലാം അമ്മയിൽ നിന്നാ പഠിക്കുന്നത്. അമ്മയ്ക്ക് ഇന്നത് പഠിപ്പിക്കാൻ നേരോ? അമ്മയ്ക്ക് ഇങ്ങനെ നാട്ടുകാരെ മുഴുവനും വിളിച്ച് എന്തുകൊണ്ട് വിശേഷം, മറ്റേ കാര്യം എങ്ങനായി, പിന്നെ മൊബൈലിലുള്ള പണിയാ. മനസ്സിലാകുന്നുണ്ട്? വീട്ടിൽ എന്തെല്ലാം ജോലി കിടപ്പുണ്ട്, വീട്ടിൽ എന്തെല്ലാം ജോലി. നീ നാട്ടുകാരെ മുഴുവൻ ഇരുന്ന് കുത്തിയിരുന്ന് ഫോൺ ചെയ്താ. കൊച്ചിന്റെ കാര്യം നോക്കിയല്ല, ഭർത്താവിന്റെ കാര്യോ? അവൻ കുടിച്ചില്ല. നീ നല്ല ചിമിട്ട് പൂണന്റെ തീറ്റിൽ നിന്നേച്ച് കയറി. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇങ്ങനെ അല്ലേലും ഇപ്പൊ മജനത്തിൽ നിന്നൊന്നും എന്ത് വേണ്ട മജനമാക അപ്പുറം സഭയിൽ കേൾക്കുന്നത്. ഇത് പോരാട്ട് 2-3 ദിവസം ബൈബിൾ ക്ലാസ് നിരന്തരം എടുക്കുക. അതൊക്കെ കേട്ടങ്ങ് ആ വചനം കേൾക്ക്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം കേട്ട് നീ ഗുണമാകും. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ണും വിഴിച്ച് ഇന്ന് പറക്കാതെ. സ്തോത്രം. ജീവിതത്തിൽ ക്രമീകരണം വരുത്തണ്ടേ? പെന്തിക്കോസിൽ പോയെന്നോർത്ത് കാര്യമായില്ല, വീട്ടിൽ ഒത്തിരി ക്രമീകരണങ്ങൾ വരുത്തണം. സ്തോത്രം. ഈ വീട് പണിയുന്നത് സ്ത്രീകളാ. ഭവനം ബിൽഡിംഗ് പുരുഷന്മാര് പണിത് തരും, പക്ഷെ ഭവനം പണിയുന്നത് സ്ത്രീകൾ. അപ്പൊ അമ്മമാര് പിള്ളേരെ അതെല്ലാം പഠിപ്പിച്ച് ശീലിപ്പിച്ചെടുക്കണം. അനേക ദൈവദാസന്മാരും ദൈവമക്കളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയത്തില്ല. എൻ്റെ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയാ ഞാൻ ഈ നിലയിലായത്. എത്രയോ ദൈവദാസന്മാര് ദൈവമക്കൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മച്ചിയുടെ കണ്ണുനീരും പ്രാർത്ഥനയാ. ദൈവം ഞങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളും അതുപോലെ സാക്ഷ്യം പറയണം. നിങ്ങളുടെ മക്കളും അങ്ങനെ അല്ല. അപ്പുറത്തെ തങ്കമ്മയുടെ പ്രാർത്ഥനയാ ഞാൻ ഇത്രയെങ്കിലും. നിന്റെ അമ്മ അറിയാമോ? ആടെ കിടക്കുന്നു. സ്തോത്രം. കൊച്ചുങ്ങൾ പറയരുത് ഈ തള്ള കാരണമാ ഞാൻ ഈ പെരുവഴിയിലായെന്ന് പറ. മിക്കവാറും പറയല്ല, തുടുപ്പിന് നിന്നെ തല്ലും കൊച്ചുങ്ങൾ തുടുപ്പ് എത്തി വെച്ചിട്ടുണ്ട്. എവിടെയും ഇടവഴിയിട്ട് ഗതികേടുണ്ടാക്കി വെക്കരുത്. ഇവിടെ സ്വത്തും ധനവും മറ്റൊന്നും സമ്പാദിച്ചില്ലെങ്കിലും ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിച്ചോണം. ദൈവസന്നിധി കരയണം. നിന്റെ തലമുറ പിന്നത്തേതി പറയണം, അയ്യോ എൻ്റെ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും, എൻ്റെ മറ്റതള്ളയുടെ നിലവിളിയും കണ്ണുനീരും പ്രാർത്ഥനയാ എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം ഉയർത്തിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ഈ പോരാട്ടം. കുഞ്ഞുങ്ങളോട് ഫൈറ്റിംഗ് ഉണ്ടാകും, വണ്ടിയോട് ചിലപ്പോൾ ഫൈറ്റിംഗ് ഉണ്ടാകും, വസ്തുവിന്മേലൊക്കെ ഫൈറ്റിംഗ് വരും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ഈ പോരാട്ടം. കുഞ്ഞുങ്ങളെ നിങ്ങൾ പത്യോപദേശം പറഞ്ഞ് ശിക്ഷിച്ച് ലാളിച്ച് സ്നേഹിച്ച് പത്യോപദേശം കൊടുത്ത് അവരെ പത്യോപദേശത്തിൽ നിന്ന് വളർത്തിക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോരാട്ടം പലതും മാറും. ഇവിടുത്തെ വിഷയം ജഡത്തിന്റെ ശക്തികളാണ്. ജഡം. അപ്പൊ അമാലേക്ക് എന്ന് പറഞ്ഞ ജഡത്തെ കാണിക്കുന്നതാ. വാഗ്ദത്തപ്രകാരം ജനിച്ചതല്ല, ജഡപ്രകാരം ജനിച്ചതാ. ഇതിനെ ജയിക്കണം.
നിന്നെ തകർക്കുവാൻ ഈ വടിയിൽ അമാലേക്കിന്റെ ശക്തി വന്നപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി, എങ്ങനെ ഇതിന്റെ മേൽ ജയമെടുക്കും. വായിപ്പിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം നിങ്ങൾ പഠിച്ചു. മോശ കരമുയർത്തി പ്രാർത്ഥിച്ചു. മോശയ്ക്ക് മനസ്സിലായി ഈ ശക്തിയെ ജയിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. ഇന്ന് രാത്രി കൂടപ്പെട്ട ദൈവമക്കളോട് പറയട്ടെ, അവൻ ശക്തമായി പ്രാർത്ഥനയിൽ പോരാടണം. നിന്റെയും നിന്റെ തലമുറയെയും നിന്റെ കുടുംബത്തെയും തകർക്കാനും വടിയിൽ നിൽക്കുന്ന അമാലേക്കിന്റെ ശക്തികൾ പരാജയപ്പെടണമെങ്കിൽ അതിന്റെ മേൽ വിജയമെടുക്കുന്നത് പ്രാർത്ഥനയാൽ മാത്രമാ. അവൻ മോശക്കൊരു കാര്യം പിടികിട്ടി, പ്രാർത്ഥിച്ചല്ലാതെ ജയിക്കാനൊക്കത്തില്ല. മോശ യോശുവയെ പടക്കളത്ത് വിട്ടേച്ച് അഹരോനെയും ഹൂറിനെയും കൂട്ടി ദൈവത്തിന്റെ വടിയുമെടുത്ത് കുന്നിൻ മുകളിൽ കയറി പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലം അടക്കി. ഇങ്ങനെ വായിക്കുന്നു, മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേലിന് ജയമാ. പ്രാർത്ഥിക്കുന്ന മാതാക്കളെടുന്നേക്കട്ടെ, പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരെടുന്നേക്കട്ടെ, പ്രാർത്ഥിക്കുന്ന യൗവനക്കാരെടുന്നേക്കട്ടെ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെടുന്നേക്കട്ടെ, പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെടുന്നേക്കട്ടെ, സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്നവരെടുന്നേക്കട്ടെ, പ്രശ്നക്കാരല്ല പ്രാർത്ഥിക്കുന്നവരെടുന്നേക്കട്ടെ, ദേശത്ത് പ്രാർത്ഥിക്കുന്നവരെടുന്നേക്കട്ടെ. ദേശം വിടുവിക്കപ്പെടട്ടെ. ദേശത്തിന്റെ പോരുകടമേ ദൈവം ജയം നൽകട്ടെ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒന്നും ലഭിച്ചില്ലെങ്കിൽ പ്രാർത്ഥനയിൽ പോരാടാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥന മുടക്കരുത്, ആരാധന മുടക്കരുത്, കൂട്ടായ്മ മുടക്കരുത്, പ്രാർത്ഥന മുടക്കരുത്, കുടുംബ പ്രാർത്ഥന മുടക്കരുത്, രഹസ്യ പ്രാർത്ഥന മുടക്കരുത്, ഉപവാസ പ്രാർത്ഥന മുടക്കരുത്, വ്യക്തിപരമായ പ്രാർത്ഥന മുടക്കരുത്. പ്രാർത്ഥനയിൽ പോരാടാം. ഹല്ലേലൂയ. ഞാൻ ഒന്ന് രണ്ട് കാര്യമൂടെ പറഞ്ഞങ്ങ് നിർത്തുക, ദീർഘമായിട്ട് പ്രസംഗിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഒന്ന്, വടിയിൽ നശിപ്പിക്കുന്ന ശക്തിയാണ് അമാലേക്ക്. എങ്ങനെ ജയിക്കാം? പ്രാർത്ഥിച്ച് ജയിക്കാം. രണ്ട്, ഈ വടിയിൽ വെച്ച് നശിപ്പിക്കാൻ വരുന്ന ഒരു ശക്തി വായിച്ച നിങ്ങൾക്ക് അറിവുള്ള വാക്യമാ. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. 38:14 അറിവുള്ള വാക്യമാ. ഉൽപ്പത്തി 38:14. മൈക്ക് കൂടെ. ശേല പ്രാപ്തിയായിട്ട് തന്നെ ശേല പ്രാപ്തിയായിട്ട് തന്നെ അവന് ഭാര്യയായിട്ട് കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈദവി വസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടുപടം മൂടി തിമ്നയ്ക്ക് പോകുന്ന വഴിയരികെ എനയും പട്ടണത്തിന്റെ ഗോപുരത്തിന്റെ വഴിയരികെ ഇരുന്ന അല്ലേ, വഴിയിലിരുന്നല്ലേ, പോകുന്ന വഴി വഴിയിൽ വെച്ച് നശിക്കരുത്. അപ്പൊ വടിയിൽ നശിപ്പിക്കാൻ വരുന്ന ഒന്നാമത്തെ ശക്തി അമാലേക്ക്. എങ്ങനെ ജയിക്കും? പ്രാർത്ഥിച്ച് ജയിക്കും. ഇവിടെ വായിക്കുന്ന തിമ്ന, ഇവിടെ ശേല പ്രാപ്തിയായിട്ട് തന്നെ അവന് ഭാര്യയായിട്ട് കൊടുത്തില്ല എന്ന് ഇവള് കണ്ടു. ആര് കണ്ടു? 38 വായിക്കുന്നവർക്ക് അറിയാം. ആരാ കണ്ടേ? താമാർ കണ്ടു. ഇതിന്റെ പശ്ചാത്തല ഭാഗം നന്നായിട്ട് വിസ്തരിച്ചാ പറയേണ്ടത്. വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം. യഹൂദ തന്റെ മരുമകളാകുന്ന താമാർ, യഹൂദയുടെ മകൻ, ഇളയ മകൻ ശേല, മൂത്തവൻ ഏറല്ല, അവന്റെ പേരാണ് ഏർ. അവന്റെ അനിയൻ ഓനാൻ, ഇളയവൻ ശേല. അപ്പൊ ഓനാൻ ശേല, അപ്പൻ യഹൂദ. മരുമകളായിരുന്നു താമാർ. ഇത് തുടക്കത്തിലെ പരുവക്കേടാ. ഈ താമാർ വരാൻ കാരണവും ഈ കുടുംബത്തിൽ ഒന മരിക്കാൻ കാര്യമോ ഏറും ഒക്കെ മരിക്കാൻ കാരണം തുടക്കത്തിലെ പരുവക്കേടാ. നിങ്ങൾ 38 വായിച്ചേ, ഞാൻ പറയാം. മൈക്കിൽ കൂടെ വായിക്കേ. അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ട് അതിനോട് അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ടു പുറപ്പെട്ട് ഹീരാം എന്ന് പേരുള്ള അതുല്യാമിന്റെ എടുക്ക ചെന്ന് ഷൂവ എന്ന് പേരുള്ള ഒരു തന്റെ ഒരു മോളെ വിവാഹം കഴിച്ചു. 3 പിള്ളേരുണ്ടായി. ഓനാൻ ശേല. പ്രായമായപ്പോ തിമ്മിനക്കാരി പെൺകുട്ടി താമാറിനെ കെട്ടി. അവൻ മരിച്ചപ്പോൾ അവന്റെ അനിയൻ ദേവരധർമ്മം അനുസരിക്കാൻ അവന്റെ അനിയൻ ഒനാനെ അവളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അവനും അങ്ങ് മരിച്ചു. പിന്നെ ശേലായ അവനാണെ പ്രായവും ആയില്ല. അപ്പൊ അമ്മായിയപ്പനാകുന്ന യഹൂദ മരുമകളാകുന്ന താമാറിനോട് പറഞ്ഞ്, കൊച്ചെ, ഏതായാലും 2 നീ കൊന്നു. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ ഒരു ആശയമാണ്. ഇനിയിപ്പോ ഒരുത്തനെ ഉള്ളു ഈ ശേല, അവനാണെ പ്രായവും ആയില്ല. ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കണം, വൈദവ വസ്ത്രമൊക്കെ ധരിച്ച് നിൽക്കണം. ശേല പ്രാപ്തിയാകുമ്പോൾ ഞാൻ നിന്നെ ഒന്ന് മിസ് കോൾ വിടുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്ത് വിളിക്കാം. അല്ലെ, നിന്റെ കാര്യങ്ങളുണ്ടല്ലോ, വിളിക്കാം. എന്നിട്ട് ഇവനെയും കൂടെ നിനക്ക് അങ്ങ് ഭർത്താവായിട്ട് തരാം. അങ്ങനെ മരുമകളാകുന്ന താമാറുമായിട്ട് അമ്മായിയപ്പനാകുന്ന യഹൂദ ഒരു ഉടമ്പടി അങ്ങ് ചെയ്തു. നിങ്ങൾ സമയം കിട്ടുമ്പോൾ അത് മനസ്സിരുത്തി ആ ഭാഗം വായിക്കുമ്പോൾ പിടികിട്ടും.
കുടുംബത്തിനകത്ത് പ്രശ്നം വരാൻ കാരണം കുടുംബത്തില് പ്രശ്നം യഹൂദ തന്നെ പ്രശ്നം. കാരണം 38-ാം അധ്യായത്തിന്റെ തുടക്കം ഒന്നുകൂടെ വായിച്ചേ. അക്കാലത്ത് യഹൂദ സഹോദരന്മാരെ വിട്ട്, അതാ പരിവക്കേടായി പോയത്. സഹോദരന്മാരെ വിട്ടു, കൂട്ടായ്മ വിട്ടു. വേറെ ദിവസത്തെ ഒരു വാക്യമുണ്ട്, കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛത അന്വേഷിക്കുന്നുണ്ട്. കൂട്ടം വിട്ട് ഒരു സഭയിൽ കൂടുമ്പോൾ ആ കൂട്ടായ്മയിൽ സജീവമായിട്ട് നിൽക്കണം. ജോലിയുള്ളവർ ജോലിക്ക് പോകും, ബിസിനസ്സുകാരതിന് പോകും. നമുക്കറിയാം, ചുമ്മാ ഉഴപ്പി അടിക്കരുത്. കൂട്ടായ്മയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്ന. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം, യാക്കോബിന് ലേയായി കൂടി ആദ്യം 4 പിള്ളേര് ജനിച്ചു. മൂത്തത് രൂബൻ, രണ്ടാമത്തത് ശിമിയോൻ, മൂന്നാമത്തത് ലേവി, നാലാമത്തത് യഹൂദ. കാരണം ലേയ അനിഷ്ടയാണെന്നാണ് ഇവരെല്ലാം വിചാരിച്ചത്. ഇവളെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. അപ്പൊ ദൈവം ഇവിടെ കഷ്ടതയെല്ലാം കണ്ട് ഗർഭത്തെ തുറന്ന് 4 പിള്ളേരെ, കലാപുലി പോലെ 4 ആൺപിള്ളേരെ. ആദ്യം മൂത്തത് രൂബൻ, അയ്യോ അവൻ നല്ല മിടുക്കനാ. രണ്ടാമത്തവൻ ശിമിയോൻ, അവനും മിടുക്കനാ. മൂന്നാമത്തവൻ ലേവി, പറ്റിച്ചേരുവെന്നും പറഞ്ഞ. നാലാമത്തവൻ യഹൂദ ജനിച്ചപ്പോ ഈ തള കൊച്ചിന് പേരിട്ടു, ഞാൻ ഇനി യഹോവയെ സ്തുതിക്കും. അങ്ങനെ യഹൂദ സ്തുതി, നല്ലതുപോലെ സ്തുതിക്കുന്നവനായ യഹൂദ. സ്തുതിക്കണം, നിർബന്ധിച്ചും പരപ്രേരണ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിയല്ല, അല്ലാതെ ദൈവത്തെ സ്തുതിച്ചോണം. ഉപദേശമാര് പറയുമ്പം ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലവാൻ കിട്ടിളക്കുന്ന പോലെ സ്തുതിച്ചാട്ട് അന്നെ സ്തുതിച്ചു. ഒരിക്കൽ കൂടെ അലവാൻ കിട്ടിളക്കുന്നുണ്ട്. അങ്ങനൊന്നുമല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്. പറഞ്ഞാലും പറഞ്ഞില്ലേലും സന്ദർഭം വരുമ്പോൾ ആ ദൈവസ്നേഹം അകത്ത് വ്യാപരിക്കുന്നെങ്കിൽ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തും. യഹൂദ ദൈവത്തെ സ്തുതിക്കാം, യഹോവയെ സ്തുതി. ഈ സ്തുതിക്കുന്നവൻ ഇപ്പൊ സഹോദരന്മാരെ വിട്ട് കൂട്ടം വിട്ട് നടന്നു. അക്കാലത്ത് യഹൂദ തന്നെ സഹോദരന്മാരെ വിട്ടു. അതായി കുഴപ്പടിയായത്. ഈ ഒരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ ആ കൂട്ടായ്മയിലുള്ള എല്ലാവരുമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇതങ്ങനല്ലല്ലോ. ഈ രണ്ട് പേര് കുരുക്കൊപ്പിക്കല്ലേ ഇരുന്ന്. ഈ 2 പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മിക്ക സഭയിലും മിക്ക വീടുകളിലും മിക്ക സ്ഥലങ്ങളും ചെന്നേ അവർ രണ്ടും ഒന്നിച്ച് ഒരു ബൈക്കേലേ പോവുള്ളൂ. അവർ 2 ഒന്നിച്ചെന്നിച്ചേ ഇരിക്കുള്ളൂ. അവർ 2 ഒന്നിച്ചേ. നല്ല കാര്യത്തിനാന്നേ കുഴപ്പമില്ല, കുരുക്ക. യോഗം കഴിയുമ്പോൾ അവർ 2 കൂടി യോഗത്തിന് വരുന്നതിന് മുമ്പ് മുറ്റത്ത് യോഗത്തിന് അടുത്തിരുന്നാൽ ഇപ്പൊ നമ്മൾ കസാര അകത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നേ പുറകോട്ട് തിരിഞ്ഞ് പറയണം, ഇല്ല ഇങ്ങനെ എത്തി പറയണം. അത് ഞാൻ മനഃപൂർവ്വം ഇട്ടിരിക്കുന്നതാ. ഇപ്പൊ കോവിഡ് മാറിയാലും ഞാനത് മാറ്റുകയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കൂട്ടം വിട്ട് നടക്കുന്നവന് സ്വേച്ഛത അന്വേഷിക്കുക. യഹൂദ സഹോദരന്മാരെ വിട്ടു. അത് പാടില്ല. ഒറ്റക്കെട്ട. ഞാൻ പറയാനുണ്ട്, ദൈവസഭയിലുള്ള ദൈവമക്കളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഞാൻ മറ്റു സഭക്കാരോട് പറയും, പാസ്റ്റേഴ്സ് മാറി മാറി വരും മറ്റു സഭകളിൽ. ചച്ചക്കോടെ IPC അസംബ്ലി, അത് സഭയുടെ നിയമങ്ങൾ. അതാ 3 വർഷമോ അല്ലെ 4 വർഷമോ. TPN സഭയിലാന്നേ വരുന്നതും പോകുന്ന ആരും അറിയുന്നുമില്ല. തലയാഴ്ച കണ്ട മൂപ്പല്ല വിറ്റാഴ്ച ചെല്ലുമ്പോൾ അവിടെ പ്രശ്നവും ഇല്ല. എന്നോട് പറയാതെ തന്നെ പോയത്. ആരോട് ചോദിച്ചാണ്ടാ ഇവിടെ? നീ അങ്ങോട്ട് ചെല്ലും, നിന്നെ അച്ചിനകത്തിട്ട് വാർക്കും. നീ ഇവിടെ കിടന്ന് ഈ കിളിമാസ് കളിക്കുന്ന അല്ലാതെ അവിടെ ചെല്ലണം. അവിടെ ചെന്നാ നീ ഇവിടെ വലിയ ഞാൻ കൗൺസിലാണ്. നിന്റെ കൗൺസിലുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ നിങ്ങൾ കായ്ക്ക് നിന്നെ തൊടിയുകയല്ല. എന്റെ കൗൺസിൽ കുന്തം ഒക്കെ ഇവിടെ ഒക്കത്തില്ല. ഇവിടൊക്കെ അല്ലാതെ ഇങ്ങോട്ട് വരികയും ചെയ്തേക്കരുത് എന്നെ കുന്തമായിട്ട്. എന്നാ പ്രാർത്ഥിച്ചോണം, ആരാധിച്ചോണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. കൊടുക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ കൊടുക്കണം. അതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ പ്രാർത്ഥിക്കും, ദൈവം അന്നേരം വഴി തുറന്നോളൂ. മിക്ക IPC ചർച്ച സഭകളിലൊക്കെ പാസ്റ്റർമാരെ പേടിപ്പിക്കുന്ന ദേശാംശം. അതുകൊണ്ട് പാവസ്ഥന്മാരും പാവത്തങ്ങൾ പേടിച്ച് ഓ അച്ഛാ അതിനകത്ത് യുവന്മാരെല്ലാം വാല് കളിച്ചേക്കുക. ഞാൻ പാസ്റ്റർമാരോട്, നീ മുട്ടയിരുന്ന് പ്രാർത്ഥിക്കണം, നിന്നെ വിളിച്ച ദൈവം അന്ന് ദൈവം നടത്തിക്കോളും. ദൈവം നടത്തും. ചില സമയം ഇപ്പൊ സെക്രട്ടറി ചായ മിണ്ടിപ്പോകരുത്. ഇവിടെ ആ വേർഡ് സെക്രട്ടറി ചായ 2 പേനായിട്ട് പുസ്തകക്രമം പോലും ഇവൻ അറിയാൻ മേല. സെക്രട്ടറി ചായ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് എഴുന്നള്ളന്ന്? സെക്രട്ടറി ചായ പുസ്തകക്രമം പോലും സെക്രട്ടറി ചായ അറിയാൻ മേല. ദേശത്ത് താഴ്ചവും ഇല്ല. സെക്രട്ടറി ചായ, പൊക്കട്ടറി ചായ. ഇവിടെ മിണ്ടിപ്പോകരുത്. ആ വേർഡ് മിണ്ടരുത്. അഥവാ വരുന്ന അന്നേരം വിഴിഞ്ഞോണം. സെക്രട്ടറി എന്ന് പറയാൻ വരും. നിങ്ങളവിടെ ഒക്കെ നടക്കും. ഇവിടെ അത് പരിപാടിയൊന്നും നടക്കുക. പൊക്കട്ടറി. സ്തോത്രം. ഇവിടെ വരുന്നവർ ആരാധിച്ചോണം, പ്രാർത്ഥിച്ചോണം,
ദൈവത്തെ മഹത്വപ്പെടുത്തണം. വചനം കേട്ട് ബലപ്പെട്ടോണം. കൂട്ടായ്മയിൽ ശക്തിയോടെ നിന്നോണം. എല്ലാരും നിത്യതയിലെത്തണം. ഇവിടെ പാടി പ്രാർത്ഥിച്ച് കൊഴയാനല്ല. അധികം പാട്ട് പാടാൻ ഒത്തില്ലെങ്കിൽ സകലയൊന്നോ നിത്യത കാണണം. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. കൂട്ടം വിട്ട് നടക്കരുത്. സ്വേച്ഛത അന്വേഷിക്കരുത്. ഒറ്റക്കെട്ടായിട്ട് നിന്ന് പൊരുതി ആത്മാവിൽ പാടി ബലപ്പെടണം. അതുകൊണ്ട് ഞാൻ മറ്റു സഭക്കാരോട് പറയും, പാസ്റ്റേഴ്സ് ചിലപ്പോൾ 2-3 കൊല്ലം കഴിയുമ്പോൾ മാറി മാറി വരും. അവിടുത്തെ വിശ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇതങ്ങനല്ലല്ലോ പാസ്റ്റർമാരുമായിട്ട് കൂട്ടുപിടിച്ച് ഗ്രൂപ്പിസം ഉണ്ടാക്കുക. ചില പാസ്റ്റർമാരും അങ്ങനെ പോകാൻ നേരത്ത് ഒരു 4 കുടുംബത്തെ പിടിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കിയേച്ച് പുള്ളി പോകാൻ നേരത്ത് പറയും, നിങ്ങളും മാറിക്കോ ഞാനും പോവാന്ന്. പുറകെ വരുന്നവൻ കിടന്ന് കഷായിക്കുക. എന്നിട്ട് ഇവർ ബിരുദന്മാരുണ്ട്. അത് പോകുന്ന സ്ഥലത്തിരുന്ന് ഇവിടെ നിന്ന് ചോദിക്കും, എങ്ങനുണ്ട് ഇപ്പം, എങ്ങനുണ്ട്? എന്തോ ഒരു അക്രമമാണെന്ന് ഓർത്തോണം. അങ്ങനെയാണോ പറയണ്ടേ? ശരിയല്ല, ശരിയല്ല. പറയണം, ഞാൻ ഇവിടെ നിന്ന് പോയാലും നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. വരുന്ന ദൈവദാസനെ ഇനി അഥവാ അപാകതയോ എന്തെങ്കിലും നിങ്ങൾ അങ്ങ് ക്ഷമിക്കണം. അദ്ദേഹത്തെ ബഹുമാനിക്കണം. ദൈവം നിങ്ങളെ ആദരിക്കും. ഇതല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? അതല്ലല്ലോ മുഴുവൻ കുരുക്കൊപ്പിച്ചേച്ച് തല്ല് കീറി തകർത്തേച്ച്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ ആയുസ് രക്ഷപ്പെടുകയല്ല. അവർ പോകുന്നിടത്തും രക്ഷപ്പെടുകയല്ല. സ്തോത്രം. കൂട്ടം വിട്ട് നടക്കരുത്. ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് വീട്ടിലാണെങ്കിലും ഒറ്റക്കെട്ടായിരിക്കണം, സഭയിലും ഒറ്റക്കെട്ടായിരിക്കണം, ദേശത്തും ഈ ദേശത്തുള്ളവർ ചിലപ്പോൾ IPC കാണും, ചർച്ചക്കോട് കാണും, അസംബ്ലീസ് കോഡ് കാണും, മാർത്തോമാ കാണും, ഓർത്തഡോക്സ് കാണും, പലരും. പക്ഷെ ദേശത്തുള്ളവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഞായറാഴ്ച കൂട്ടായ്മയ്ക്ക് പല സ്ഥലത്തോട്ട് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് പോക്കോ. പക്ഷെ ഒരു വിഷയം വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദേശത്തിന് വേണ്ടി കരയണം, ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കണം, ദേശം വിടുവിക്കപ്പെടണം. ആമൻ. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന നീ ആമൻ സ്തോത്രം കൂട്ടം വിട്ട് നടക്കരുത്. കൂട്ടായ്മയിൽ ശക്തിപ്പെടണം. ഇതിന്റെ ബാക്കി ഭാഗം പിന്നീട് നമുക്ക് പ്രസംഗിക്കാം. ഇന്ന് രാത്രി എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. വടിയിൽ വെച്ചാരും നശിച്ചു പോകരുത്. നിന്നെ തകർക്കുവാൻ, മുടിക്കുവാൻ കടന്നു വരുന്ന ദുഷ്ടശക്തികളുടെ മേൽ പ്രാർത്ഥനയിൽ പോരാടി വിജയമെടുക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാവരും പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം. അന്യദേശത്തു പരദേശിയായി മണ്ണിതിൽ കൂടാരവാസികളായി, അന്യദേശത്തു പരദേശിയായി മണ്ണിതിൽ കൂടാരവാസികളാം. ഓ ഉന്നതനാം ദൈവ ശില്പിയായി നിർമ്മിച്ച, ശില്പിയായി നിർമ്മിച്ച വന്നഗരത്തിനായി വസിക്കുന്ന, വന്നഗരത്തിനായി വസിക്കുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം ഇത്ര ഭദ്രമ ജീവിതം. കൈയടിച്ച് ചേർന്ന് ഭക്തരിൻ വിശ്വാസ ജീവിതം ഇത്ര പാപത്തിൻ തൽക്കാല ബോധം വേണ്ട, ദൈവജനത്തിന്റെ കഷ്ടം മതി. പാപത്തിൻ ബോധം വേണ്ട, ദൈവജനത്തിന്റെ കഷ്ടം മതി. നിക്ഷേപ വസ്തുക്കളെ കാണും, നിക്ഷേപ വസ്തുക്കളെ ഓ ക്രിസ്തുവിൻ നിന്ദയെ സമ്പത്തെന്നെണ്ണുന്ന, ക്രിസ്തുവിൻ നിന്ദയെ സമ്പത്തെന്നെണ്ണുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം ഓലിത്ര ഭദ്രമാ ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ ജീവിതം ഓലിത്ര ജീവിതം വേറെയുണ്ടോ? ആ 3 യാമങ്ങളും വന്നിരയിൽ മുമ്പോ മാറായി വലയുകിലും. 3 യാമങ്ങൾ വന്നിരയിൽ മുമ്പോ മാറായി വലയുകിലും. മുറ്റുംകാരൻ നീതേ 4 യാമത്തിലെ, മുറ്റുംകാരൻ നീതേ 4 യാമത്തിങ്കൽ ഉറ്റസാരിയാവൻ വന്നിടും തിട്ടമായി, ഉറ്റസാരിയാവൻ വന്നിടും തിട്ടമായി. ഭക്തരിൻ വിശ്വാസ ഓ ശബടബലബടബലബടബലബടബലബടബല ഭക്തരിൻ വിശ്വാസ ജീവിതം ഇത്ര ോ ജന്നല ചമ്പട്ടി കല്ലേറുകൾ എങ്ങും പരിഹാസ പീഡനങ്ങൾ. ജന്നല ചമ്പട്ടി കല്ലേറുകൾ പരിഹാസ പീഡനങ്ങൾ. കഷ്ട
നടത്തുന്ന ഭംഗമില്ലാതെ സമരം നടത്തുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം ജീവിതം വേറെയുള്ളൂ. ഭക്തരിൻ വിശ്വാസ ജീവിതം ഭദ്രമാൻ ജീവിതം വേറെയുള്ളൂ. ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തന്റെ ധനത്തിനൊത്ത് ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തന്റെ ധനത്തിനൊത്ത് തീർത്തു തരുന്നാരും നമ്മുടെ ദേവനു തീർത്തു തരുന്നാരും നമ്മുടെ ദേവനു സ്തോത്രം പാടിടുവിൻ ഹല്ലേലൂയാ സ്തോത്രം പാടിടുവിൻ ഹല്ലേലൂയാ. ഭക്തരിൻ വിശ്വാസ ജീവിതം പവിത്രഭദ്രമം ജീവിതം വേറെയുള്ളൂ. ഭക്തരിൻ വിശ്വാസ ജീവിതം പവിത്രഭദ്രമം വേറെയുള്ളൂ. ഭക്തരിൻ വിശ്വാസ ജീവിതം പവിത്രഭദ്രമം ജീവിതം വേറെയുള്ളൂ. ഭക്തരിൻ വിശ്വാസ అర్ధవేది వైదరాజ దూడమాన మానవ నిగదల దూడమాన వైడమాన ఓ నిగమాన మానవాల నిరమాల వడమాల దిగిరి గమనమ గోరి 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 గోరి